നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PC ജോർജും ദീപിക ദിനപത്രവും തമ്മിൽ വാക്പോര്. PC ജോർജിന് മറുപടിയുമായി ദീപിക ദിനപത്രം വന്നിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടു മടക്കി കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്ന് ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി. മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ല, ഇനിയും പറയേണ്ടി വരുമെന്നാണ് ദീപിക ദിനപത്രത്തിൽ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ കവലച്ചട്ടമ്പിമാർ അധികാരമുണ്ട് കാണിച്ചു തരാമെന്നാണ് പറയുന്നതെന്നും രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുതെന്നും ദീപിക ദിനപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ ഉദാഹരണങ്ങൾ ഉണ്ടെന്നും FCRA കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ലെന്നുമായിരുന്നു ദീപിക വ്യക്തമാക്കിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ PC ജോർജ് നടത്തിയ അധിക്ഷേപ പരാമർശത്തിന് മറുപടി എന്നോണമാണ് ദീപിക രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപപരമായ പരാമർശമാണ് PC ജോർജ് നടത്തിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞുവെന്നാണ് PC ജോർജ് പറഞ്ഞത്. അദ്ദേഹം കാണിച്ചത് മര്യാദക്കേടാണെന്നും സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടാണ് എന്നായിരുന്നു PC ജോർജ് പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനെന്നാണ് ജനം വിചാരിക്കുന്നത്. പക്ഷെ അയാൾ എന്താണ് ചെയ്തത്? മഠങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദക്കേടല്ലേ? സഭ എന്ന് പറഞ്ഞാൽ UDF ആണോ? ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. എന്ത് കിട്ടിയിട്ടാണ് സഭ ഈ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവർ. സഭയല്ല, മെത്രാന്മാരെയാണ് തള്ളിപ്പറയേണ്ടത്. ബോധവും വിവരവും വേണ്ട. എന്തിനാണ് യുവന്മാർ കുരയ്ക്കുന്നത്? ഈ കുര UDFന് വേണ്ടിയാണ്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരായി കാണും, അവരോട് രാഷ്ട്രീയമായി ഇടപെടും. ഞാൻ വിശ്വാസിയാണ്. ഈ ഞാനാണ് മെത്രാന്മാർ കാണിക്കുന്നത് പ്രോക്രിത്തരം എന്ന് പറയുന്നതെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം ദീപിക പത്രത്തിനെതിരെ വിമർശനവുമായി PC ജോർജിന്റെ മകനും BJP നേതാവുമായ ഷോൺ ജോർജ് രംഗത്തെത്തിയിരുന്നു. ദീപികയിലെ ചില വ്യക്തികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നിക്ഷേപകർക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്നും സഭാപിതാക്കന്മാരോട് താൻ പരാതി അറിയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയ പോരിലേക്ക് ഇപ്പോൾ ദീപികയും അതുപോലെ തന്നെ PC ജോർജും തമ്മിൽ രാഷ്ട്രീയ പോര്. അത് ആ ഒരു ബിഷപ്പ് രാഷ്ട്രീയം പറയുന്നവരെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന ഭീഷണിയാണ് PC ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. താനും ഒരു വിശ്വാസിയാണ്, പക്ഷേ രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരായി കാണും, രാഷ്ട്രീയമായി ഇടപെടും, രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നാണ് PC ജോർജിന്റെ മുന്നറിയിപ്പ്. സഭയുടെ മുഖപത്രം സഭയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കരുത്. നിക്ഷേപകർ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നുണ്ടോ എന്നറിയാൻ സഭയുടെ മക്കളായ ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ടെന്നും സഭയുടെ ആശങ്കകളെല്ലാം BJP അംഗീകരിച്ചു. എന്നാൽ ദീപികയിൽ വരുന്നത് കോൺഗ്രസ് പരസ്യങ്ങളാണ്. പിതാക്കന്മാരുടെ ലേബലിൽ UDFന് വേണ്ടി ചിലർ വീട് പണി ചെയ്യുകയാണ്. ദീപിക ഇത് നിർത്തണമെന്നായിരുന്നു ഷോൺ ജോർജ് ആവശ്യപ്പെട്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ PC ജോർജും മകൻ ഷോൺ ജോർജും ഇപ്പോൾ BJPയിലാണ്. അപ്പോൾ ഈ ഒരു പോര് രാഷ്ട്രീയ കോൺഗ്രസ് BJP പോരെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.